നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വ്യവസായി CJ റോയിയുടെ മരണം അന്വേഷിക്കാൻ SIT. DIG വംശി കൃഷ്ണയ്ക്ക് അന്വേഷണ നേതൃത്വം. CJ റോയിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും എല്ലാ നടപടികളും നിയമപരമെന്നും ആദായ നികുതി വകുപ്പ്. ദുരൂഹത അകറ്റണമെന്ന് VD സതീശൻ. കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വ വിരുദ്ധ നടപടിയെന്ന് MV ഗോവിന്ദൻ. റോയിയുടെ സംസ്കാരം നാളെ ബന്നാർഘട്ടയിൽ. കാര്യവട്ടത്ത് ക്രിക്കറ്റ് ആവേശം. ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരം 7 മണി മുതൽ. സഞ്ജു തിളങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാൻ താരം എലേന റീബക്കീനയ്ക്ക്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബെലാറൂസ് താരം അരീന സബലങ്കയെ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശശി തരൂരിനെ ഒപ്പം നിർത്താൻ VD സതീശന്റെ നിർണായക നീക്കം. തരൂരിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച. കേരള യാത്രയിൽ ഉൾപ്പെടെ സജീവമായി പ്രചാരണത്തിനുണ്ടാകുമെന്ന് തരൂരിന്റെ ഉറപ്പ്. K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളത്തും തിരുവമ്പാടിയിലും പോസ്റ്റർ. മത്സരിക്കാനുള്ള മൂഡിലല്ല താനെന്ന് K മുരളീധരൻ. പഠനഭാരം കുറയ്ക്കാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിലെ സിലബസ് 25% കുറയ്ക്കുമെന്ന് V ശിവൻകുട്ടി. തീരുമാനം സിലബസ് കൂടുതലാണെന്ന് കുട്ടികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന്. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്നും വൈദ്യുതാഘാതമേറ്റു മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീടൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർ. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രി. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാന ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുനേത്ര പവാർ. മൂന്നാം മോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. നികുതി സ്ലാബുകളിൽ മാറ്റത്തിന് സാധ്യതയില്ലെന്ന് സൂചന. എയിംസ്, വിഴിഞ്ഞം തുറമുഖം, അതിവേഗ റെയിൽപാത സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം. അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളെ നടക്കും. ബനാർഘട്ടയിലെ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിൽ വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ. CJ റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സഹോദരൻ CJ ബാബു രംഗത്തെത്തി. എന്നാൽ CJ റോയിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ബംഗളൂരുവിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുത്ത് കർണാടക ആഭ്യന്തര വകുപ്പ്. ഫോൺ വിളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് കർണാടക CID അന്വേഷണം നടത്തും. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അന്വേഷണം വ്യാപിപ്പിക്കും. വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടറും പരാതി നൽകിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി റോയിയുടെ സഹോദരൻ CJ ബാബുവും രംഗത്തെത്തിയിട്ടുണ്ട്. IT വകുപ്പിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിട്ടെന്നും എപ്പോഴാണ് തിരികെ വരുന്നതെന്ന് ചോദിച്ച് മരണദിവസം രാവിലെ CJ റോയ് തന്നെ വിളിച്ചിരുന്നതായും സഹോദരൻ ബാബു വെളിപ്പെടുത്തി. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും ബാബു ആരോപിച്ചു. No other kind of, other than income tax issue, he had no other issues. That I am very sure. He didn't have threat, he didn't have loan, he didn't have any other threats or anything. But I don't know what happened with the income tax. I will have to go find out. കർണാടക പോലീസ് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴികൾ രേഖപ്പെടുത്തി. CJ റോയിയുടെ പണമിടപാടുകളും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് വ്യവസായികളെ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകുന്നുവെന്നും സുപ്രീം കോടതി അടക്കം ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ആവശ്യപ്പെട്ടു. ഇത്തരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ വ്യവസായികളെ കൊണ്ടുപോകുന്ന രീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കല്ലേ? ഒന്നുകിൽ ബോണ്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക, അല്ലെങ്കിൽ പിന്നെ BJP ചേരാം, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ജീവൻ ഒടുക്കുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്, അപ്രതീക്ഷിതമാണ്. ഇത്തരം കേസുകൾ ഈ PLI ആക്ടിന് സവിശേഷമായ അധികാരമുള്ളത് അതിപ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി. സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളിലൂടി ഒരു സുവമോട്ടോ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നു. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. അമൃത ന്യൂസ്, കൊച്ചി.
വ്യവസായി CJ റോയിയുടെ മരണം അന്വേഷിക്കാൻ SIT DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ നേതൃത്വം. കർണാടക സർക്കാരാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ഈ മരണം, ഈ ആത്മഹത്യ ചെയ്ത ഉടനെ തന്നെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. ഇന്നിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. സഹോദരൻ 5 പേജ് അടങ്ങുന്ന പരാതിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷിക്കാൻ SIT എത്തുന്നു എന്നതാണ്. ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നു അനുമാനങ്ങൾ. അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്താണ്? മറ്റു വിവരങ്ങൾ? ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ വ്യവസായി CJ റോയ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. DIG വംശി കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഏതായാലും സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ ബന്ധുക്കൾ, CJ റോയുടെ ബന്ധുക്കൾ തന്നെ ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് CJ റോയ് ജീവൻ ഒടുക്കിയത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഈ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നത്. മാത്രവുമല്ല, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ ഈ മരണത്തിന്റെ കൃത്യമായ കാരണം അറിയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നത്. നേരത്തെ DK ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിലെ സംശയങ്ങൾ അത് കൃത്യമാക്കേണ്ടതുണ്ട്, അത് പല കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഏതായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. ഈ DIGക്ക് പുറമെ 2 SP കൂടി ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും CJ റോയിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ഈ സ്ഥലത്തും, അതായത് CJ റോയി വെടിയേറ്റ് നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ക്യാബിനിൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ബാലിസ്റ്റിക് വിദഗ്ധരടക്കം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക്കിൻ്റെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും പരിശോധനകൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഏതായാലും മറ്റു കാര്യങ്ങൾ, ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ അടക്കം ഏതായാലും ലഭിക്കുകയുള്ളൂ. ഏതായാലും നേരത്തെ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, തങ്ങൾ ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും CJ റോയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. CJ റോയ് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അത്തരത്തിൽ ഒരു നടപടിയായിരുന്നു CJ റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അല്ലാതെ തങ്ങൾ അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളൊന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ DCPയുടെ നേതൃത്വത്തിൽ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ CJ റോയുടെ ജീവനക്കാരെയും ചോദ്യം ചെയ്തിരുന്നു. ഈ സമയത്ത് ഈ വെടിയേൽക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാരായിരുന്നു. ആ ജീവനക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും മറ്റു നടപടികളിലേക്ക് കൂടി കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ CJ റോയുടെ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ അന്ന് ഉണ്ടായിട്ടുള്ള ജീവനക്കാരുടെയും കൂടാതെ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വ്യവസായി CJ റോയിയുടെ മരണം അന്വേഷിക്കാൻ SIT എത്തുന്നു. DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണത്തിന്റെ നേതൃത്വം. കർണാടക സർക്കാരാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും കിരൺ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. പ്രമുഖ വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അധികായകനുമായ CJ റോയിയുടെ മരണത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നേരായ അന്വേഷണം വേണമെന്നും ഒരു ബിസിനസ്സുകാരൻ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ ഭയക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദുരൂഹത കാണുന്നുണ്ട് ആ മരണത്തിൽ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദുരൂഹത അതിൻ്റെ പുറകിലുണ്ട്. അത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തുവല്ല. CJ റോയിയുടെ മരണം ഞെട്ടിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. വ്യവസായ ലോകത്തെ സംബന്ധിച്ച് റോയിയുടെ മരണം ഞെട്ടിക്കുന്ന വാർത്തയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ഏറെ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മൾ അറിയുന്നത്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹം ജീവകാരുണ്യ മേഖലയിൽ നല്ലോണം സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പ്രത്യേകിച്ച് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, കോർപ്പറേറ്റ് ഗ്രൂപ്പ് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായിട്ടുള്ളൊരു അന്ത്യം
അതിൽ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമവും ഞെട്ടലുണ്ട്. അത് അന്വേഷണം നടത്തിയിട്ട് അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്വേഷണം നടത്തി അതിൻ്റെ യഥാർത്ഥ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് പറയുന്നത്. വ്യവസായി CJ റോയിയുടെ മരണത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വവിരുദ്ധ നടപടി. മരണശേഷവും പരിശോധന തുടർന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. മരണത്തിൽ ഈ കുടുംബം പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു. ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുള്ള സമ്മർദ്ദമൊക്കെ കുടുംബം പറയുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാനാവുക. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് കാര്യം നമുക്ക് അറിയുന്നതല്ല. പക്ഷേ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉടമ സ്വയം വെടിവെച്ച് മരണപ്പെടുന്നു എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം ഇപ്പോഴും ശക്തിയായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. മരിച്ചതിന് ശേഷവും ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയം റെയ്ഡ് തുടർന്നു എന്നാണ് പറയുന്നത്. 6-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി ശശി തരൂരിനെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്രയിലുടനീളം മുൻനിരയിലുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമായി ഉണ്ടാകുമെന്നും തരൂർ ഉറപ്പു നൽകി. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിന് ചുമതല നൽകും. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. പാർട്ടിക്കുള്ളിലെ എല്ലാ പടലപ്പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നേതാക്കൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയാണ്. ടീം UDF എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ താഴെത്തട്ട് വരെ എത്തിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേരിട്ട് കണ്ട പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതോടെ തരൂർ KPCC ആസ്ഥാനത്തെത്തിയത് എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ചു തന്നെയാണ്. തരൂരിനെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ചേർത്തു നിർത്തുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തരൂരിനെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ ചെന്ന് കണ്ടത്. ഫെബ്രുവരി 6 മുതൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കേരള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതിനു തൊട്ടു മുൻപുള്ള ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. താൻ നയിക്കുന്ന യാത്ര മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസം വരെയും തരൂരിന്റെ സജീവ സാന്നിധ്യം പ്രധാന ഘടകമാണെന്ന തിരിച്ചറിവിലാണ് VD സതീശൻ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തരൂർ വിഷയം ഒരു ചർച്ചയാക്കാൻ സതീശൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയാണ്. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിലും തരൂരിനാകും ചുമതല. VD സതീശന്റെ യാത്രയിൽ താൻ മുൻനിരയിൽ ഉണ്ടാകുമെന്നും തരൂർ ഉറപ്പു നൽകി. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിൽ ചുവടുറപ്പിക്കാൻ തന്നെയാണ് തരൂരിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് 10-ൽ കുറയാത്ത സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ഉന്നതാധികാര സമിതി യോഗം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ചെയർമാൻ PJ ജോസഫിനെ യോഗം ചുമതലപ്പെടുത്തി. കേരള കോൺഗ്രസിന്റെ സീറ്റുകളിൽ ഒന്നുപോലും കോൺഗ്രസിൽ നിന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പറഞ്ഞു. തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ മത്സരിക്കുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫും വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് നടന്നത്. തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് യോഗം തീരുമാനമെടുത്തു. ആവശ്യമെങ്കിൽ ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണ്. എന്നാൽ 10 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ പോലെ കോൺഗ്രസിനും 20% സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. UDFൽ സീറ്റ് ചർച്ചകൾ നടക്കുന്നതേയുള്ളൂവെന്നും ഇത്തവണയും 10 സീറ്റുകൾ വേണമെന്ന ആവശ്യം UDFൽ ഉന്നയിച്ചിട്ടുള്ളതായും യോഗത്തിന് ശേഷം പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും സീറ്റിനായി കോൺഗ്രസിൽ നിന്നും ആരും ആവശ്യമുന്നയിച്ചിട്ടില്ല. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ഇതുവരെ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനും പാർട്ടി ചെയർമാനെ യോഗം ചുമതലപ്പെടുത്തിയതായും മോൻസ് ജോസഫ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പാർട്ടി ചെയർമാൻ ജോസഫ് സാർ തന്നെ ഇവിടെ വ്യക്തമാക്കി, പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കടക്കാം. തൊടുപുഴയിൽ ചെയർമാൻ PJ ജോസഫ് തന്നെയാവും ഇത്തവണയും മത്സരിക്കുകയെന്ന് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് വ്യക്തമാക്കി.
തൊടുപുഴയിൽ നിലവിൽ പി.ജെ. ജോസഫ് MLA ഇവിടെ ഉണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഉന്നത സമിതികൾ ചേർന്നിട്ടാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിലവിൽ ഇപ്പോൾ തൊടുപുഴയിൽ തൽസ്ഥിതി തുടർന്നുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ. കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ P.J. ജോസഫ് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ PC തോമസ്, ഫ്രാൻസിസ് ജോർജ് MP അടക്കമുള്ള പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. PV അൻവറിനോട് ബേപ്പൂരിൽ മത്സരിക്കാൻ UDF ആവശ്യപ്പെട്ടുവെന്ന് തൃണമൂൽ കേരള ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ പ്രചാരണം തുടങ്ങിയത്. UDF പറയുന്നിടത്ത് തൃണമൂൽ മത്സരിക്കും. UDF-നോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. PV അൻവർ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആ പാർട്ടിയുടെ പ്രതിനിധിയായി ബേപ്പൂരിൽ പ്രിയപ്പെട്ട പാർട്ടി ലീഡർ അദ്ദേഹം അനൗദ്യോഗികമായ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഔദ്യോഗികമായ ചർച്ചകൾ UDF-മായി വരും ദിവസങ്ങളിൽ നടക്കും. അതിനുശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് ശേഷം ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വളരെ പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് പാർട്ടി തുടക്കം കുറിക്കുന്നതാണ്. UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് നമുക്ക് ഒന്നിലധികം സീറ്റുകൾക്ക് അർഹതയുണ്ട്. പരമാവധി സീറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PV അൻവറെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം UDF-ന്റെ സംസ്ഥാന നേതാക്കളുമായി ഈ ചർച്ച അനൗദ്യോഗികമായിട്ട് നടത്തി കഴിഞ്ഞു. BJP CPM സഖ്യമെന്ന K. മുരളീധരന്റെ ആരോപണത്തെ പരിഹസിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. K. മുരളീധരനും രാഹുൽ ഗാന്ധിക്കും ഞാൻ മറുപടി പറയാറില്ലെന്നും തന്റെ സംസ്കാരത്തെയും മുണ്ടിനെയും ഒക്കെ പരിഹസിക്കുന്ന ആളാണ് മുരളീധരനെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മത്സരം നടക്കുക BJP-യും UDF-ഉം തമ്മിലാണെന്നും അതേത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രണ്ട് ജനങ്ങളോട് കമൻസിൽ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന് രാഹുൽ ഗാന്ധി, കാരണം എന്താ പറയുന്നത്, എന്തിനു വേണ്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ്. എൻ്റെ മലയാളം, എൻ്റെ മുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ഭാഷയിൽ സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ആലോചന, അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് ശരിക്കും കോമൺ സെൻസ് വേണ്ട, സാമാന്യ ബുദ്ധിയോട് നിങ്ങൾ അനലൈസിസ്, നിങ്ങൾ പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ആയിരിക്കും, ഞാനില്ല, പക്ഷെ സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാത്തും, മറുവശത്ത് BJP NDA 2020 BDJS. ഇത് ജനങ്ങൾ തീരുമാനിക്കും. താങ്ക് യു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നിർണായക നീക്കവുമായി വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത അധ്യയന വർഷം മുതൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ സിലബസിൽ 25% കുറവ് വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. സിലബസ് പൂർത്തിയാക്കാൻ അധ്യാപകർ നേരിടുന്ന ബുദ്ധിമുട്ടും കുട്ടികളുടെ മാനസിക സമ്മർദ്ദവും പരിഗണിച്ചാണ് നടപടി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘകാലത്തെ പരാതി പരിഗണിച്ചാണ് സിലബസ് വെട്ടിക്കുറയ്ക്കാൻ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠനഭാരം ഗണ്യമായി കുറയ്ക്കാൻ സിലബസിൽ 25% കുറയ്ക്കും. എന്നാൽ പാഠഭാഗങ്ങൾ കുറയ്ക്കുമ്പോഴും വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലോ ഗുണനിലവാരത്തിലോ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ തീർക്കാൻ കഴിയാത്ത അധ്യാപകരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കും ഇതോടെ പരിഹാരമാകും. സിലബസ് വളരെ കൂടുതലാണെന്ന് കുട്ടികൾ തന്നെ പരാതിപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ നടത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സിലബസിൽ 25% കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളടക്കത്തിൽ കുറവ് വരുന്നില്ല. കുട്ടികൾക്ക് വലിയ ഭാരം നിറഞ്ഞ പുസ്തകം കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കുന്നു. അധ്യാപകർക്ക് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യവും പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു 25% പാഠഭാഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അമിതമായ പാഠഭാഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കി പഠനം കൂടുതൽ ആസ്വാദികരമാക്കുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റം കുട്ടികൾക്ക് കൂടുതൽ ക്രിയാത്മകമായി പഠിക്കാനുള്ള അവസരമൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുന്റെ കുടുംബത്തിന് വീടൊരുക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ കെട്ടിടത്തിന് സമീപത്തൂടെ കടന്നുപോയിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ ദാരുണ മരണത്തിന് പിന്നാലെയാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വീട് നിർമ്മിച്ചു നൽകിയത്. ദുരന്തത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന ചടങ്ങിൽ സ്വപ്ന വീടിന്റെ താക്കോൽ ദാനം നടന്നു. മിഥുന്റെ വീട് എന്റെയും എന്ന പദ്ധതിയിലൂടെ 6 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീട് പൂർത്തിയാക്കിയത്. തന്റെ കുടിലിന്റെ ചുമരിൽ ഒരിക്കൽ സ്വപ്ന വീടിന്റെ ചിത്രം വരച്ചിരുന്ന മിഥുന്റെ ആ സ്വപ്നം തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്.
ദുരന്തത്തിന് ശേഷം മിഥുന്റെ വീട്ടിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വീടിന്റെ നിർമ്മാണ ചുമതല ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ ഏൽപ്പിച്ചത്. കൊല്ലം പടിഞ്ഞാറേക്കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വീടിന്റെ താക്കോൽ കൈമാറി. അപ്രതീക്ഷിതമായിട്ടൊരു അപകടം ഉണ്ടായി. ഒരിക്കലും നികത്താൻ കഴിയാത്ത നിലയിൽ മിഥുൻ നമ്മളെ വിട്ടുപിരിച്ചു. അപ്പോൾ തന്നെ ഞാനും ധനകാര്യവകുപ്പ് മന്ത്രിയും കുഞ്ഞുമോനും ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ടു. കഴിയുന്ന കാര്യങ്ങളെല്ലാം ആ കാര്യത്തിൽ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ മിഥുന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പുറത്തുനിന്ന് കാശ് പിരിച്ചും അതുപോലെ ഇന്ത്യക്ക് അകത്തും കാശ് പിരിച്ചും കാശ് പിരിവല്ലാതെ വീട് ഒരു സ്ഥലത്തും നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് പിരിക്കുന്നത്. സാധാരണ ആളുകളൊന്നുമില്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ആ കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്താണ് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. ക്ലാസ്സിൽ ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെ കൂട്ടുകാരന്റെ ചെരുപ്പ് ഷെഡിന് മുകളിൽ വീണു. അത് എടുക്കാൻ കയറുന്നതിനിടെ മിഥുൻ തെന്നി വീണു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സമീപം കടന്നുപോയ വൈദ്യുതി ലൈനിൽ പിടിക്കുകയായിരുന്നു. ഗുരുതരമായി ഷോക്കേറ്റ കുട്ടി മരണപ്പെട്ടു. മിഥുന്റെ ഓർമ്മയായി ഉയർന്ന ഈ വീട് ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു നാടിന്റെ സ്നേഹത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും അടയാളമായി മാറുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. ഭിന്നശേഷിക്കാരെ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നത് ശരിയാണെന്നും കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകൾക്ക് വിരുദ്ധമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഭിന്നശേഷി സംവരണം സർക്കാർ കൊണ്ടുവന്ന പ്രശ്നമല്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാനേജ്മെന്റുകൾ അവരുടെ ഭാഗം വാദിക്കാൻ തയ്യാറായില്ല. ഭിന്നശേഷി നിയമനം നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് NSS അറിയിച്ചു. പ്രശ്നം തീർക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരുന്നു. NSSന് കൊടുത്ത ആനുകൂല്യം മറ്റെല്ലാ മാനേജ്മെന്റുകൾക്കും കൊടുക്കണം. രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ മറ്റു ചിലർ ശ്രമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. NSSന് കിട്ടിയ ആനുകൂല്യം മറ്റെല്ലാ മാനേജ്മെന്റിനും കൊടുക്കണമെന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ അഫിഡവിറ്റ് ഫയൽ ചെയ്തു. സീനിയർ അഡ്വക്കേറ്റ് ജനറലിനെ കേസ് ഒരു പ്രാവശ്യം വന്ന് മാറ്റിവെച്ചു. പെരിഞ്ഞാന്ന് കേസ് വന്ന് വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച കേസ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിക്കും. ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല. ഇത് കോടതിയും നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇത് അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം തടഞ്ഞു വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമെന്ന വിലയിരുത്തലിനിടെ കേന്ദ്ര ബജറ്റ് നാളെ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും. കേരളം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ജനപ്രിയ പദ്ധതികൾക്കൊപ്പം ഭാവി വികസനം കൂടി ലക്ഷ്യമിട്ടായിരിക്കും നിർമ്മല സീതാരാമൻ തന്റെ 9ാമത് ബജറ്റ് അവതരിപ്പിക്കുക. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും നടപടിയുണ്ടാകും. AI അടക്കമുള്ള സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണന ലഭിച്ചേക്കും. സ്ത്രീ ശാക്തീകരണ പദ്ധതികളും പ്രതീക്ഷിക്കാം. കൂടാതെ ഓട്ടോമൊബൈൽ, പ്രതിരോധം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷ. റോഡുകൾ, റെയിൽ തുടങ്ങി അടിസ്ഥാന വികസന പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തവണ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്താൻ സാധ്യത ഇല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് നടപ്പാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണ്. 2025 ബജറ്റിൽ ആദായ നികുതി വരുമാന പരിധി 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം ശമ്പള വരുമാനക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി ഉയർത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇത് 1 ലക്ഷമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ദമ്പതികളുടെ വരുമാനം ഒരുമിച്ച് ചേർത്ത് ആദായ നികുതി നിശ്ചയിക്കുന്ന ജോയിന്റ് ടാക്സ് സംവിധാനം കൊണ്ടുവരും. ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാകും കൂടുതലായി ഉണ്ടാവുക. ഭവന വായ്പകളുടെ പലിശയിൽ കൂടുതൽ ഇളവ് പ്രതീക്ഷിക്കാം. ഡോളറുമായുള്ള വിനിമയ മൂല്യത്തിൽ രൂപ പുതിയ താഴ്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമായതിനാൽ ഇറക്കുമതി, കയറ്റുമതി എന്നിവയുമായി ബന്ധപ്പെട്ട് ഉത്തേജനം നൽകുന്ന പാക്കേജുകൾ പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം ഇന്ത്യയിലേക്ക് കൂടുതലായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും സർക്കാരിന് സാധിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. പ്രധാനമായും എയിംസ് ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.
വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ വേണമെന്നും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത സംബന്ധിച്ചും പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. ഇതിനു പുറമെ ശബരി റെയിൽപാത തുടങ്ങി വിവിധ പദ്ധതികളിലും കേരളം പ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. അതിവേഗ റെയിൽ പദ്ധതിക്ക് UDF എതിരല്ലെന്നും റെയിലിനെ എതിർത്തത് സാമ്പത്തിക പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം പദ്ധതി കൊണ്ടുവരുന്നതിന് തങ്ങൾ എതിരല്ലെന്നും കേന്ദ്രം പദ്ധതി കൊണ്ടുവരട്ടെയെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയെ എതിർത്തു, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ അനുകൂലിച്ചു. ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത്, റെയിൽവേക്കല്ല അതിന്റെ ഉത്തരവാദിത്തം. അവര് പദ്ധതി പ്രഖ്യാപിക്കട്ടെ. ഈ ശ്രീധരനെ പോലത്തെ ഒരാളാണ് അത് പറഞ്ഞത്. അത് വരട്ടെ, നമുക്ക് നോക്കാം, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല, വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത്, എന്തെല്ലാം. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ. അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് പറയാം. മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പറയാം, പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല. ഇപ്പം ശ്രീധരനെ പിടിക്കുന്നില്ല. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവർ. ശ്രീധരനെ മാറ്റരുത്, ശ്രീധരനെ ആരും മാറ്റാൻ പോയില്ല, ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്. ശ്രീധരനെ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞൊരു കഥ ഇതേ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ അന്ന് സമരം നടത്തി, ശ്രീധരനെ മാറ്റരുത്. ഇപ്പം ശ്രീധരനെ പിടിക്കുന്നില്ല. എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല, വരണം. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. അതിവേഗ റെയിൽ പദ്ധതിയിൽ പ്രതികരിച്ച മുരളീധരൻ, ഈ ശ്രീധരന്റെ പദ്ധതിയാണ് നടപ്പിലാക്കാൻ കൂടുതൽ സൗകര്യം, അതിന് ചിലവ് കുറവാണ്, സിൽവർ ലൈൻ ഒരു തട്ടിക്കൂട്ട് പദ്ധതിയായിരുന്നുവെന്നും മുരളീധരൻ പ്രതികരിച്ചു. നിയമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയില്ല, സംഘിയും വേണ്ട സംഘി കുട്ടിയും വേണ്ട, UDF മതി. അതാണ് നിയമത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ UDFന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും, ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും. ശിവൻകുട്ടീനെയും രാജീവ് ചന്ദ്രശേഖരനെയും തോൽപ്പിക്കും. UDFും CPM BJP സംയുക്ത സഖ്യവും തമ്മിലുള്ള മത്സരം. അപ്പം അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. അദ്ദേഹം BJP എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് പൂരിപ്പിക്കുന്നത് BJPയോടൊപ്പം CPM, ആ സഖ്യവും UDFുമായിട്ടുള്ള മത്സരം. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. കേരളത്തിന്റെ റെയിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ശ്രീധരനുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. RRTS പദ്ധതി നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. കേരളത്തിന് അതിവേഗ റെയിൽ വേണം, ഇക്കാര്യത്തിൽ സർക്കാരിന് പിടിവാശിയില്ല. സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും ഇടതുപക്ഷ സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കേരളത്തിൽ അതിവേഗ റെയിൽ വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. CPMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നിലപാടാണുള്ളത്. കേന്ദ്രം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് RRT. അത് നടപ്പിലാക്കാൻ തയ്യാറാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഹൈസ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് ആ സൗകര്യം വേണം എന്നേ ചിന്തിക്കാൻ കഴിയുള്ളൂ. കേരളത്തിൻ്റെ റെയിൽ വികസനത്തിന് ശ്രീധരൻ്റെ അഭിപ്രായമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ അതിന് ഗവൺമെന്റ് തയ്യാറാണ്. അതിലൊരു പ്രത്യേക വിരോധമോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചില നിലപാടുകളോട് ചിലപ്പം വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കേരളത്തിൽ അതിവേഗ റെയിലിനായി ഈ ശ്രീധരൻ ഒരു പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും 10 കൊല്ലം റെയിൽ നാടകം നമ്മൾ കണ്ടതാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ നടക്കുന്നത് ചർച്ചയാണെന്നും അത് നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിനെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാക്കാൻ റെയിൽവേയും ഹൈവേ എക്സ്പാൻഷൻ നടക്കും. BJP NDA വന്നാൽ അത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഈ ശ്രീധരൻ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ഏരിയയിൽ, ഈ മേഖലയിൽ അദ്ദേഹത്തിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസും കഴിവും താല്പര്യമുള്ള വേറെ ആരുമില്ല. അപ്പോൾ നാടിന് വേണ്ടി മഹാമാഘ മഹോത്സവത്തിന് ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വൻ തിരക്ക്. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി മഹാദേവ കട്ടിൽ സംസാരിക്കുന്നു. നിളാരതി അല്പസമയത്തിനകം ആരംഭിക്കുന്നു. തത്സമയം
ജീവിതത്തിൽ ഒരു ദുഃഖങ്ങളും നിങ്ങളെ ബാധിക്കില്ല എന്ന് അവർ ഉറപ്പ് തരുന്നു. എന്തൊക്കെയാണ് ഈ 5 ചിട്ടകൾ? 1, ദേവയജ്ഞം. ദേവന്മാരോടുള്ള നമ്മുടെ കടമ, ഈശ്വരനോടുള്ള നമ്മുടെ കടമ, അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനേക സൗകര്യങ്ങൾക്ക് പകരമൊന്നും നമ്മൾ കൊടുക്കാറില്ല. സൂര്യപ്രകാശം നമ്മൾ ഉപയോഗിക്കുന്നു, ബില്ലടയ്ക്കാറില്ല. ജലം ഉപയോഗിക്കുന്നു, കോർപ്പറേഷൻ വാട്ടറിന് പൈസ കൊടുക്കണമായിരിക്കും, പക്ഷേ അല്ലാതെ ജലം കിട്ടും. പ്രകൃതി പ്രാണവായു ശ്വസിക്കുന്നു, ഇതുവരെ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഭാവിയിലെ കാര്യം അറിയില്ല. പ്രകൃതിയിലെ വിഭവങ്ങളൊക്കെ സൗജന്യമായി ലഭിക്കുന്നു. ഇത് ഫ്രീ അല്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. പകരം എന്തെങ്കിലുമൊക്കെ കൊടുത്തിരിക്കണം. അത് 5 തരത്തിലുള്ള ചിട്ടകളിലൂടെ കൊടുത്താൽ മതി. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ നിത്യവുമുള്ള പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രഭാതത്തിലും സന്ധ്യാസമയത്തും പ്രാർത്ഥിച്ചിരിക്കണമെന്നാണ്. പ്രഭാതത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഈശ്വര ശക്തിയെ ആഗീരണം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പ്രപഞ്ച ശക്തിയെ നമ്മിലേക്ക് ആവാഹിക്കുന്ന പ്രക്രിയയാണ്. സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം, മന്ത്രജപമെങ്കിലും ചെയ്തിരിക്കണം. അതുപോലെ സൂര്യാസ്തമയത്ത് അന്തരീക്ഷം ശുദ്ധമാണ്, വായു ശുദ്ധവായു ഉള്ള സമയമാണ്, പക്ഷികൾ പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയമാണ്, സാത്വികമായ ഗുണം ഏറ്റവും കൂടുതലുള്ള സമയമായതുകൊണ്ട് എളുപ്പത്തിൽ ഈശ്വരശക്തി നമുക്ക് ആഗീരണം ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വിജയമുണ്ടാകണമെങ്കിൽ അത് ആവശ്യമാണ്. സാധാരണ നമ്മൾ യന്ത്രങ്ങൾ, മെഷീനുകൾ ഓരോന്നും ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാറുണ്ട്. ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് പലതും നമ്മൾ ഉപയോഗിക്കുക. ഇതുപോലെ നമ്മുടെ ശരീരവും ഒരു ഉപകരണമാണ്. ഇതിനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണം. ഈശ്വര ശക്തി കൊണ്ട് നമ്മളെ ചാർജ് ചെയ്യണം. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വിജയമുണ്ടാകും. അപ്പോൾ പ്രഭാതത്തിലെ പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്. പരിശുദ്ധി ആർജിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള സമയമാണ്. സന്ധ്യാസമയത്ത് വിഷലിപ്തമായ തരംഗങ്ങൾ ഏറ്റവും അധികം പ്രസരിക്കുന്ന സന്ധ്യാസമയത്ത് പ്രാർത്ഥനയല്ലാതെ മറ്റെന്ത് ചെയ്താലും പ്രശ്നമാണ്. സന്ധ്യാസമയത്ത് വിഷലിപ്തമായ തരംഗങ്ങൾ നമ്മെ ബാധിക്കാൻ ഇടയായാൽ മാറാ രോഗങ്ങൾക്ക് അത് കാരണമായേക്കും. കാരണം അപ്പോഴുണ്ടാകുന്ന തരംഗങ്ങൾ അസ്വസ്ഥതയുടെ തരംഗങ്ങളാണ്. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ വീടിന് പുറത്താണെങ്കിൽ എന്തെങ്കിലും ഭക്തിപരമായ പാട്ട് കേൾക്കുകയോ മന്ത്രം ജപിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. വീട്ടിലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് ദേവയജ്ഞമെന്നാണ് പറയുക. ഈശ്വരനോടുള്ള കടമ, നമുക്ക് തരുന്ന സൗജന്യമായി തരുന്ന സൗഭാഗ്യങ്ങൾക്കെല്ലാം പകരമായി പ്രകൃതിക്ക് കൊടുക്കുന്ന പരിശുദ്ധിയുടെ തരംഗങ്ങൾ. എന്താണ് പ്രാർത്ഥന? ആവശ്യങ്ങൾ നിരത്തുന്നത് അല്ല പ്രാർത്ഥന. അത് പറയാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സിൻ്റെ സ്പന്ദനങ്ങളാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഈശ്വരനെ ഓർക്കുമ്പോൾ, ഈശ്വരന്റെ ദിവ്യ ഗുണങ്ങൾ ഓർക്കുമ്പോൾ, പ്രകൃതിയെ ഓർക്കുമ്പോൾ, സൃഷ്ടിയുടെ വൈഭവം ഓർക്കുമ്പോൾ പരിശുദ്ധമായ തരംഗങ്ങളാണ് നമുക്ക് ചുറ്റിനും പ്രസരിക്കുന്നത്. അമ്മ പറയാറുണ്ട്, അത് മാത്രമല്ല പ്രാർത്ഥന. പുഞ്ചിരിക്കുന്ന മുഖം പ്രാർത്ഥനയാണ്. ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പ്രാർത്ഥനയാണ്. കർമ്മങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. സ്നേഹം കൊണ്ട് ചെയ്തു പോകുന്നതൊക്കെ പ്രാർത്ഥനയാണ്.
സ്വാർത്ഥതയോടുകൂടി ചെയ്യുന്നതൊക്കെയാണ് പാപകർമ്മങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല കർമ്മങ്ങളും സ്നേഹം കൊണ്ട് ചെയ്താൽ അതൊക്കെ പ്രാർത്ഥനയായി മാറും. ഒരാൾ ഓഫീസിൽ ചെയ്യുന്ന ജോലി പോലും ഒരു പൂജയാക്കി മാറ്റാൻ സാധിക്കും, അത് സ്നേഹത്തോടെ പൂർണ്ണതയോടെ ചെയ്യാൻ ശ്രമിച്ചാൽ. അപ്പോൾ ആധ്യാത്മികതയും ഭൗതികതയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്നേഹത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര പൂജ, സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ ഭൗതികം. അതേപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ശലഭത്തെ പോലെ ജീവിക്കാൻ അമ്മ പറയാറുണ്ട്. ഒരു ശലഭം ഒരു പുഷ്പത്തിലിരുന്നാൽ ആ പുഷ്പത്തിന് അലങ്കാരമാകുന്നു. ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നും. ഒരിക്കൽ ഒരു സിനിമാ നടൻ കുറേ വർഷം മുമ്പാണ്, 10-20 വർഷം മുമ്പാണ്, എനിക്ക് തുടർച്ചയായിട്ട് കത്തുകൾ അയക്കുമായിരുന്നു. അന്ന് ഇമെയിൽ സമ്പ്രദായം തുടങ്ങിയിട്ടേ ഉള്ളൂ. കത്തായിരുന്നു എളുപ്പം. ആ കത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഒരു ഫോട്ടോ വെച്ചു. ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ അടുത്തിൽ ഒരു ചോദ്യം എഴുതിയിരുന്നു. ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ആദിവാസി കുട്ടി ഒരു ചെന്താമരപ്പൂ നിൽക്കുന്ന ഫോട്ടോ. അദ്ദേഹം എഴുതിയ ചോദ്യം ഇതായിരുന്നു: ആദിവാസി കുട്ടി ചെന്താമരപ്പൂവിൻ്റെ ഭംഗി കൂട്ടിയോ? ചെന്താമരപ്പൂവ് ആദിവാസി കുട്ടിയുടെ ഭംഗി കൂട്ടിയോ? ഞാൻ എഴുതി, ആദിവാസിക്കുട്ടി ചെന്താമരപ്പൂവിൻ്റെ ഭംഗി കൂട്ടി, അതേപോലെ ചെന്താമരപ്പൂവ് ആദിവാസിക്കുട്ടിയുടെ ഭംഗിയും കൂട്ടി. കാരണം രണ്ടും പ്രകൃതിയുടെ സൃഷ്ടിയാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുമ്പോൾ സൗന്ദര്യമുണ്ടാകുന്നു. കൃത്രിമമായിട്ടുള്ളതൊക്കെ നമ്മുടെ സൗന്ദര്യം കുറയ്ക്കുന്നു. സൃഷ്ടിയിലെ ഓരോരുത്തരും അത്യന്തം സുന്ദരികളുമാണ്. ഓരോ ജീവജാലങ്ങളും മനോഹരമാണ്. പക്ഷേ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിച്ച, അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞത്, ഈ നമ്മുടെ ഈശ്വര സങ്കല്പം കാണാവുന്ന ഈശ്വരനാണ് ഈ പ്രപഞ്ചം എന്ന വിധത്തിലാണ്. അമ്മയോടെപ്പോഴും ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാറുള്ളത്, ഈശ്വരനല്ലാതെ മറ്റെന്താണുള്ളത് മക്കളെ? ചിലപ്പോൾ പത്രപ്രവർത്തകർ അമ്മയോട് ചോദിക്കും, അമ്മയുടെ ഈശ്വരൻ ആരാണ്? അപ്പോൾ അമ്മ പറയാറുള്ളത്, നിങ്ങളെല്ലാമാണ് എൻ്റെ ഈശ്വരൻ. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരനായി കാണാൻ സാധിക്കുന്ന ഒരു മനസ്സിന് പ്രപഞ്ച ശക്തിയുമായി അലിഞ്ഞു ചേരാൻ സാധിക്കും. ഇനിയും രണ്ടാമത്തെ യജ്ഞം, രണ്ടാമത്തെ രഹസ്യം, അത് കൃഷിയജ്ഞമെന്നാണ് പറയുക. അതായത് ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഋഷിമാർ വേദശാസ്ത്രങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു തീരാൻ ഒരു മനുഷ്യായുസ്സ് മതിയാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം സംക്ഷിപ്തമായിട്ട് ഉള്ള കാര്യങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുന്ന ഒരു മനുഷ്യന് ഈ പ്രശ്നങ്ങളെ ധീരമായി നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടാകുവാനുള്ള രഹസ്യങ്ങൾ മുഴുവനും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് ലോകത്തിന് വേണ്ടിയാണ്. ഈ ലോകം ഒരു യുദ്ധക്കളമാണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് കളിസ്ഥലം പോലെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും. മഹാഭാരത യുദ്ധക്കളത്തിൽ, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അക്ഷഹോണി പടകളുടെ നടുവിൽ അർജുനൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ബോധം കെടുന്ന അവസ്ഥയിലായി. എല്ലാ പടയാളികളുടെയും മുഖത്ത് പരിഭ്രമമാണ്. അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങളുണ്ട്, പടച്ചട്ടകൾ അണിഞ്ഞിട്ടുണ്ട്, പക്ഷേ പരിഭ്രമമുണ്ട്. യുദ്ധസ്ഥലം അങ്ങനെയാണ്, സംഘർഷങ്ങളുടെ സ്ഥലമാണ്.
പക്ഷേ യുദ്ധക്കളത്തിൽ നിരായുധനായി നിൽക്കുന്ന ഒരാൾ മാത്രം പുഞ്ചിരിക്കുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആയുധങ്ങളൊന്നുമില്ല, പടച്ചട്ട അണിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ പുഞ്ചിരിക്കുന്നു. കാരണം ഈ പ്രപഞ്ച നാടകത്തിന്റെ രഹസ്യം അറിയുന്ന ഡയറക്ടർ ഈ സിനിമയിലെ ഭീകര രംഗങ്ങളൊന്നും കണ്ടാൽ ഭയക്കില്ല. അതേപോലെ ഈ പ്രപഞ്ച നാടകം, അതിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ മുഴുവനും മനുഷ്യൻ എവിടെയും യുദ്ധക്കളം സൃഷ്ടിക്കുന്നു. വീട്ടിലും ഓഫീസിലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധക്കളത്തെ ഒരു കളിസ്ഥലം പോലെ ആസ്വാദ്യകരമാക്കി മാറ്റുവാനുള്ള രഹസ്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇതിനെയൊക്കെ മറികടക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ട്. നമുക്ക് കൂടുതലും മറ്റുള്ളവർ പറയുന്നതിലാണ് വിശ്വാസം. മറ്റുള്ളവർ വിചാരിച്ചാൽ നമ്മളെ നിർവീര്യരാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് ഗുരുക്കന്മാർ. നമ്മെ നിരാശപ്പെടുത്താൻ ധാരാളം പേരുണ്ടാവും, പക്ഷേ നമുക്ക് ഉത്സാഹം പകരാൻ അധികം പേരും ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലെ അനന്ത ശക്തിയെ ഉണർത്തുവാൻ ശക്തരാണ് ഋഷീശ്വരന്മാർ. അവരാണ് ഈ ശാസ്ത്രങ്ങളിലൂടെ, ഉപനിഷത്തുക്കളിലൂടെ, അതിൻ്റെ സാരമായ ഗീതയിലൂടെ ഈ രഹസ്യങ്ങൾ പറഞ്ഞു തന്നത്. ഭയക്കാതിരിക്കുക. ഈ സാഗരം കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. മുട്ടറ്റം വെള്ളം പോലുമില്ല, കാണുന്നത് പോലെയില്ല. ഇറങ്ങി നോക്കൂ. ഈ ഭവസാഗരം കണ്ട് ഭ്രമിക്കണ്ട. ഇത് പ്രകൃതിയുടെ ഒരു ജാലവിദ്യയാണ്. ധീരനാണോ നീ? ഈ ലോകം ഭീരുക്കൾക്കുള്ളതല്ല, ധീരന്മാർക്കുള്ളതാണ്. പ്രശ്നങ്ങളെ നേരിടാനുള്ള തൻ്റെ ഇടമുണ്ടോ? അതോ ഒളിച്ചോടി പോകാനാണോ ഭാവം? പ്രശ്നങ്ങളെ അർജുനോട് ഭഗവാൻ പറഞ്ഞു, യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? മഹാഭാരത യുദ്ധം നടന്നതാണ്. പക്ഷേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന യുദ്ധം ആന്തരിക യുദ്ധമാണ്. നമ്മുടെ ഉള്ളിലെ സംഘർഷം നേരിടാനുള്ള കരുത്താർജിക്കുവാനുള്ള രഹസ്യമാണ്. എല്ലാ യുദ്ധങ്ങളും ആരംഭിക്കുന്നത് ഒരാളുടെ ഉള്ളിൽ നിന്നാണ്. ഉള്ളിലെ യുദ്ധം അവസാനിക്കാതെ ബാഹ്യമായ യുദ്ധങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഇവിടെ കറക്ഷൻ വേണ്ടത് ഉള്ളിലായതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന രഹസ്യങ്ങൾ ഉള്ളിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുവാനുള്ള രഹസ്യങ്ങളാണ്. അവിടെയാണ് അർജുനോട് പറയുന്നത്, അർജുന, നീ വിഷമിക്കണ്ട. ഈ മഹാരഥന്മാരെ കണ്ടിട്ട്, ഈ കൗരവ പടയെ കണ്ടിട്ട് നീ വിഷമിക്കണ്ട. എന്റെ സുദർശന ചക്രം മാത്രം മതിയാകും ഈ കൗരവ പടയെ മുഴുവനും നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ. പക്ഷേ നീ ധീരനാണ്. ജീവിതത്തിലുള്ള എന്ത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടോ? ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറാണ് എന്നൊരാൾ പ്രകൃതിയോട് പ്രതിജ്ഞ ചെയ്യുമ്പോൾ അദൃശ്യ ശക്തിയുടെ അനുഗ്രഹ വർഷം തന്നെ ഉണ്ടാവും. അസാധ്യമായി യാതൊന്നും ഈ ജീവിതത്തിൽ ഇല്ല എന്ന് ബോധ്യമാക്കി തരും. ഇവിടെ ഈശ്വരാനുഗ്രഹം നേടാൻ ആദ്യം വേണ്ടത് നിർഭയത്വം. ഈ ലോകം ധീരന്മാർക്കുള്ളതാണ്, ഭീരുക്കൾക്കുള്ളതല്ല. ഭീരുക്കളെ പ്രകൃതി ഇല്ലാതാക്കും. അതാണ് നമുക്ക് മൃഗങ്ങളുടെ തലത്തിൽ കാണാൻ സാധിക്കുന്നത്. ധീരന്മാർക്കുള്ളതാണ് വിജയം. ധീരൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നവരല്ല, പ്രശ്നങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റമുള്ളവർ. ഈ ജീവിതത്തിൽ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനെയും മറികടക്കുവാനുള്ള ശക്തി ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ആദ്യം വേണ്ടത് ധീരതയാണ്. ഞാൻ എന്തും നേരിടാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ആളിന് അദൃശ്യമായ പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി അവന് ലഭിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഭയക്കരുത് എന്ന് നമ്മുടെ ഋഷിമാർ പറയുന്നു. അതാണ്
നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പിതൃയജ്ഞം, അതായത് നമുക്ക് നമ്മുടെ പൂർവികരോടുള്ള ചില കടമകളുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും നമ്മുടെ പൂർവികർ ചെയ്ത പ്രയത്നത്തിന്റെ ഫലമാണ്. അവരെ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ട ബലികർമ്മങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലെ പ്രായം ചെന്ന ആളുകളോട് ആദരവ് കാണിക്കണം. അവർക്ക് ചിലപ്പോൾ കാഴ്ചശക്തി ഉണ്ടാവില്ല, കേൾവി കുറവുണ്ടാവും. അവരെ പരിഹസിക്കരുത്, അവരെ ആദരിക്കണം, സന്തോഷിപ്പിക്കണം. അതും പിതൃയജ്ഞത്തിന്റെ ഭാഗമാണ്. കൊച്ചുകുട്ടികൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അടുത്ത് പോയിരുന്ന് അവരുടെ കഥകൾ കേൾക്കണം, അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. ഈശ്വരന്റെ അനുഗ്രഹം അവരിലൂടെ നമ്മിലേക്ക് ലഭിക്കാനുള്ള അവസരമാണ് അത്. 4. നരയജ്ഞം. നമ്മുടെ ഈ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ശാന്തി ലഭിച്ചിരിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരിൽ ആത്മവിശ്വാസം ഉണർത്തണം. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. നമുക്കെല്ലാവരെയും പണം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, പക്ഷേ ഒരു ചിരി, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഇതെങ്കിലും നൽകാൻ സാധിക്കും. കുറഞ്ഞ പക്ഷം ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അതും ഒരു സേവനമാണ്. 5. ഭൂതയജ്ഞം. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ഇവിടെ നിലനിൽക്കാൻ അവകാശമുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു ജഡവസ്തു ഇല്ല, എല്ലാറ്റിലും ഊർജം തുടിക്കുന്നു, ഊർജ പ്രവാഹം നടക്കുന്നു. നമ്മുടെ ഋഷിമാർ പറഞ്ഞു ചൈതന്യത്തിന്റെ കാണാവുന്ന രൂപമാണ് ഓരോ വസ്തുക്കൾ. വിസിബിൾ ഫോം ഓഫ് എനർജി മോഡേൺ സയൻസ് പറയുന്നു. എവരി ഓബ്ജക്റ്റ് ഈസ് എ വിസിബിൾ ഫോം ഓഫ് എനർജി. എനർജിയെ വേണമെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും, ഓബ്ജക്റ്റിനെ വേണമെങ്കിൽ എനർജി ആക്കി മാറ്റാൻ സാധിക്കും. സയന്റിഫിക് തിയറിയാണ്. അപ്പോൾ ഒരു ചെറിയ മാസ് ഊർജത്തെ, ഒരു മാസ് സാധനത്തെ ഊർജമാക്കി മാറ്റുമ്പോഴുണ്ടാകുന്ന അത്ഭുതമാണ് അറ്റോമിക് എനർജി. അപ്പോൾ ചെറിയൊരു ഓബ്ജക്റ്റിനെ എനർജിയാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ശക്തി നമുക്ക് ബുദ്ധി കൊണ്ട് കണക്കാക്കാൻ പറ്റുന്നതിനും അധികമാണ്. അപ്പോൾ നമ്മൾ ഊർജമാണെന്നറിയുമ്പോൾ, ചൈതന്യമാണെന്നറിയുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ഈശ്വരൻ എന്ന വാക്ക് പോലും ആദ്യം ഉപയോഗിച്ചില്ല. ബ്രഹ്മചൈതന്യം, ചൈതന്യ സമുദ്രത്തിലാണ് നാം. ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനാണ് ഉള്ളത്. പണ്ട് ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിച്ചത് അവരുടെ സങ്കല്പം അനുസരിച്ച് ഈശ്വരനെ അനുഭവിച്ചു. ചിലർ ഈശ്വരന് രൂപമുണ്ട് എന്ന് സങ്കല്പിച്ചു. അവർ ആഗ്രഹിച്ച രൂപത്തിൽ ഈശ്വര ദർശനം ലഭിച്ചു. ചിലർ ഈശ്വരൻ അരൂപനാണെന്ന് സങ്കല്പിച്ചു. അവരെ ഈശ്വരൻ അരൂപനായി നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു. ചിലർ ഈശ്വരൻ ഇല്ല എന്ന് സങ്കല്പിച്ചു. അവർക്ക് ഉള്ളതായി തോന്നിയില്ല. വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും വരാനില്ല. പക്ഷേ നമുക്ക് ദുഃഖങ്ങളിൽ നിന്നും മറുകര എത്തുവാൻ ഇവിടെ സഹായം ലഭ്യമാണ്. ഈശ്വര ശക്തിയുടെ അദൃശ്യമായ കരങ്ങൾ എവിടെയും ഉള്ളത് കൊണ്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ലഭ്യമാണ്. അമ്മ പറയാറുണ്ട്, ഈശ്വരൻ ഒന്നും തരുന്ന ആളല്ല, എടുക്കാൻ അനുവദിക്കുന്ന ആളാണ്. സൂപ്പർ മാർക്കറ്റ് പോലെ അവരവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, അവരവരുടെ കഴിവനുസരിച്ച് എടുക്കുക. എങ്ങനെ എടുക്കാൻ സാധിക്കും? നമ്മുടെ പരിശുദ്ധിക്കനുസരിച്ചാണ് ഈശ്വര ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് മുഴുവനും പരിഹാരമുണ്ട്. അതിന് ഈ 5
നിയമങ്ങൾ, ഈ 5 യജ്ഞങ്ങൾ ചെയ്യുക. അമ്മയുടെ 50ാം വാർഷിക ജന്മദിന വാർഷികം നടക്കുമ്പോൾ, ജന്മദിന ആഘോഷം എറണാകുളത്ത് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലെയും ആളുകൾ അവരുടെ പരമ്പരാഗത കലകൾ അവതരിപ്പിക്കേണ്ട ഒരു ദിവസം 5 ലക്ഷം പേർ വീതം പങ്കെടുത്ത ആ ഉത്സവം. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള റെഡ് ഇന്ത്യൻസ്, നേറ്റീവ് ഇന്ത്യൻസ്, ആദിവാസികൾ, അവർ അവതരിപ്പിച്ചത് പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞുള്ള ഒരു നൃത്തമായിരുന്നു. ആ നൃത്തത്തിൽ പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ നൃത്തം ചെയ്യുന്ന മനോഹരമായ ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ ആൾക്കാർ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞുള്ള നൃത്തം ചെയ്തത്? നിങ്ങളുടെ മുഖം പോലും പുറത്ത് കാണിക്കാൻ സാധിക്കാതെ പക്ഷിമൃഗാദികളുടെ വേഷത്തിലുള്ള നൃത്തം എന്തുകൊണ്ടാണ് ചെയ്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ ദേവന്മാരോടും ദേവതകളോടും പറഞ്ഞു, നിങ്ങൾ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളുമായി മാറുവാൻ, മനുഷ്യരെ സംരക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് ഈ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ ദേവന്മാരും ദേവതകളുമാണ്. അവരെ നാം ആരാധിക്കണം, അവരെ നാം സംരക്ഷിക്കണം. അവരെ നശിപ്പിച്ചാൽ നാം നശിപ്പിക്കുന്നത് നമ്മുടെ സംരക്ഷകരെയാണ്. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ആധുനിക മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. Only after the last tree has been cut down, only after the last river has been poisoned, only after the last fish has been caught, only then will you find that money cannot be eaten. അവസാനത്തെ വൃക്ഷവും മുറിക്കപ്പെട്ടതിനു ശേഷം, അവസാനത്തെ നദിയും വിഷലിപ്തമാക്കിയതിനു ശേഷം, അവസാനത്തെ മത്സ്യവും പിടിക്കപ്പെട്ടതിനു ശേഷം, അപ്പോൾ മാത്രമേ മനുഷ്യ നീ മനസ്സിലാക്കുകയുള്ളൂ പണം തിന്നാൻ കൊള്ളില്ല എന്ന്. ഇവിടെ പ്രകൃതിയുടെ അനുഗ്രഹത്തിന്റെ പ്രാധാന്യം ആ ആദിവാസികൾ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. ഇതുതന്നെയാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. ഈശ്വരന്റെ ദൃശ്യമായ രൂപമാണ് ഈ പ്രകൃതി. ഈശ്വരാനുഗ്രഹത്തിന് പ്രകൃതിയെ ആരാധിക്കുക. പ്രകൃതി ശക്തികളുടെ അനുഗ്രഹം നമ്മിൽ ഉണ്ടാവട്ടെ. അതിന് ഈ മഹോത്സവം നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.